സർ, ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമായുള്ള പ്രമേയത്തെ എതിർക്കുകയാണ് സർ. കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണന ഒന്ന് പരാമർശിക്കാൻ പോലും തയ്യാറാകാത്ത ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ ശക്തമായി എതിർക്കുകയാണ് എന്ന് ഒരിക്കൽ കൂടി പറയാൻ സാധിക്കും. സർ, ജനവിധി അംഗീകരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ UDF ഭരിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. ആ ജനവിധി അംഗീകരിക്കുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രത്യേക ആശംസകൾ നേരുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA-മാർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സർ, ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായി നിലകൊള്ളുമെന്ന് നേരത്തെ തന്നെ ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയതാണ്. ക്രിയാത്മക പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സഹകരണവും വിമർശനവും ചേർന്നതായിരിക്കും. ഞാൻ അടിവരയിട്ട് പറയുന്നു, സഹകരണവും അതിൽപ്പെടുന്നതാണ്. ജനോപകാരപ്രദമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ, രാജ്യത്തിൻ്റെ ഭരണഘടന മുറുകെ പിടിക്കുന്ന മതനിരപേക്ഷതയ്ക്ക് ഒരു പോറലുമേൽക്കാത്ത നിലയിൽ സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ പരിപൂർണ സഹകരണം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നുള്ളത് ആദ്യമേ അറിയിക്കുകയാണ് സർ. എന്നാൽ ക്രിയാത്മക പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ വിമർശനം സ്വാഭാവികമാണ്. ഇവിടെ സഹകരണം എന്ന് പറയുമ്പോൾ നമ്മൾ മെയ് 20, 2021 LDF ഗവൺമെൻറ് വീണ്ടും സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ തുടങ്ങണം. അന്ന് പ്രതിപക്ഷം ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു സർ. എന്തിനാണ് ബഹിഷ്കരിച്ചതെന്ന് നമുക്കറിയില്ല. എന്നാൽ ഇപ്പോൾ UDF-ൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാവരും അതിൽ പങ്കെടുക്കുന്ന സ്ഥിതിയുമുണ്ടായി സർ. അത് LDF പ്രതിപക്ഷമാകുമ്പോൾ സ്വീകരിക്കുന്ന ഒരു നയത്തിൻ്റെ ഭാഗമാണ് സർ. ഇവിടെ നേരത്തെ ചിലർ ചൂണ്ടിക്കാട്ടി, മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തെരുവ് യുദ്ധം കേരളത്തിൽ നടന്നു. എന്നാൽ ആ തെരുവ് യുദ്ധത്തിൽ ഞങ്ങൾ കക്ഷി ചേർന്നില്ല. മാധ്യമങ്ങൾ ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്, കോൺഗ്രസ് അതിൽ സമീപനം സ്വീകരിക്കട്ടെ എന്നുള്ളതാണ്. അതാണ് ആ വിഷയത്തിലും ഞങ്ങളെടുത്തിട്ടുള്ള സമീപനം. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, സഹകരണവും വിമർശനവും അടങ്ങിയതായിരിക്കും LDF എന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. UDF പ്രതിപക്ഷമായതുപോലെ ആയിരിക്കില്ല കേരളത്തിൽ LDF പ്രതിപക്ഷമാകുമ്പോൾ എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, നയവുമായി ബന്ധപ്പെട്ടാണ് സഹകരണം. നമുക്കറിയാം, ലോകം തന്നെ ഇന്നൊരു നയവുമായി ബന്ധപ്പെട്ട് രണ്ട് ചേരിയിലാണ്. നവ ഉദാരവൽക്കരണ നയം. ഞങ്ങളതിൽ ആ നയത്തെ ചെറുക്കുന്ന ചേരിക്കൊപ്പമാണ്. ഞങ്ങൾ ഭരിച്ചപ്പോഴും ഒരു ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നയത്തെ ചെറുത്തുകൊണ്ടാണ് സാർ മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങേക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. 1991 ശ്രീ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ് ഈ നയം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത്. ഇപ്പം 35 വർഷമായി. ഈ 35 വർഷത്തിനിടയിൽ 20 വർഷവും കേരളത്തിൽ ഭരിച്ചത് LDF സർക്കാരുകളാണ് സാർ. ഒരു ബദൽ ഉയർത്തിപ്പിടിച്ച് ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിരുന്നു സാർ. എന്നാൽ കേന്ദ്രവും കേരളവും ഈ നയത്തെ പിന്തുടർന്ന കാലമുണ്ടായിട്ടുണ്ട്. അത് 13 വർഷമാണ് സാർ. ഈ 35 വർഷത്തിലെ 13 വർഷം. 1991, 96, 2001, 2004. ഞാൻ 2006 എന്ന് പറയുന്നില്ല, 4 എന്നേ പറയുന്നുള്ളൂ. കാരണം ഒന്നാം UPA ഗവൺമെൻറ് 2004 അധികാരത്തിൽ വന്നു. 2011, 2016 ഈ 13 വർഷമാണ് സാർ കേന്ദ്രവും കേരളവും ഒരേ നയം, നവ ഉദാരവൽക്കരണ നയം പിന്തുടർന്ന കാലം. ഏറ്റവും പ്രയാസം നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം അനുഭവിച്ച കാലമാണ്. അതിൽ കേന്ദ്രത്തിൽ പലപ്പോഴും BJP-യും കേരളത്തിൽ UDF-ഉം ഭരിച്ച കാലമായിരുന്നു. എന്നിട്ടും ഒരേ നയം BJP-യും UDF-ഉം പിന്തുടർന്നു. ഇപ്പോൾ അതിന് സമാനമായൊരു സാഹചര്യം വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2026 UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ, നേരത്തെ വാജ്പേയി ഭരിച്ചപ്പോൾ കേരളത്തിൽ UDF വന്നതുപോലെ, 2014-16 ശ്രീ മോദി ഭരിക്കുമ്പോൾ UDF ഭരിച്ചതുപോലെ, ഇപ്പോൾ BJP-യും കോൺഗ്രസും കേന്ദ്രവും കേരളവും ഭരിക്കുമ്പോൾ ഒരേ നയം പിന്തുടർന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് സാർ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരു പരാമർശം പോലും ഈ ഗവൺമെൻറ്റിനെതിരെ, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വരാത്തത്. ഇത് ഗൗരവമേറിയൊരു പ്രശ്നമായി ഞങ്ങൾ കാണുകയാണ് സാർ. പിന്നെ യഥാർത്ഥ വിഷയങ്ങളെ വഴിമാറ്റാൻ മതവർഗീയതയെ വളരെ ബോധപൂർവ്വം ആളിക്കത്തിക്കുന്ന ഒരു കാലമാണ് സാർ. അതിൽ മതനിരപേക്ഷത ശക്തമായി മുറുകെ പിടിച്ച് നിലപാട് സ്വീകരിച്ചു പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ.
സർ, നമുക്കറിയാം നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരം. വന്ദേ മാതരത്തിൻ്റെ ആദ്യ 2 ഈരടികൾക്ക് ആരും എതിരല്ല. ഇവിടെ ഇന്നലെ ആരോ സൂചിപ്പിച്ചതുപോലെ അത് 1925 ശേഷം വന്നതല്ല, 25 മുമ്പ് തന്നെയാണ് വന്നത്. എന്നാൽ വന്ദേ മാതരം പൂർണ്ണമായും അവതരിപ്പിക്കുന്നതിന് മതനിരപേക്ഷ ഇന്ത്യ എതിരാണ് സാർ. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെ അതിൽ നിലപാട് സ്വീകരിച്ചതാണ് സാർ. ആദ്യ 2 ഈരടികളല്ലാത്ത 4 ഈരടികൾ ഒരു ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ല സാർ, ഇതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. വന്ദേ മാതരത്തെ ഞങ്ങൾ കാണുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ആണ് സാർ, അതൊരു മതവർഗീയ പ്രശ്നമായിട്ടല്ല ഞങ്ങൾ അതിനെ കാണുന്നത്. എന്നാൽ അതിനെ ഒരു മതവർഗീയ പ്രശ്നമാക്കി മാറ്റി തീർക്കാൻ ചിലർ വളരെ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് സാർ. ഇത് യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികൾ പോലും അംഗീകരിക്കുന്നതല്ല. വിശാല മനസ്സുള്ളവർ, നന്മ നിറഞ്ഞവരാണ് യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികൾ. മതവിശ്വാസത്തിലെ പല രീതികളെയും ബഹുസ്വര സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്നതിനോട് യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികളും മറ്റെല്ലാ മതവിശ്വാസികളും യോജിക്കാത്ത പ്രശ്നമാണ് സാർ. എന്നാൽ ഇവിടെ നമുക്കറിയാം, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് പൂർണ്ണമായി അവതരിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നീട് പറഞ്ഞു അത് മുഴുവൻ അവതരിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അതിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കാരണം ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ കൊടുക്കും, അപ്പോൾ ഒക്കെ മനസ്സിലാക്കാം. പക്ഷേ അതിലേക്ക് ഞങ്ങൾ കടന്നില്ല. ഒരു പുതിയ ഗവൺമെൻറ് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. എന്നാണിത് വീണ്ടും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം വന്നത്? നമുക്കറിയാം, ജനുവരി മാസം 28, 2026 കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അത് പിന്നീട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മാർച്ച് മാസം 26, 2026 പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി, ഇറ്റ് ഈസ് ഓൺലി അഡ്വൈസറി. സർക്കാരിനത് പറയാം, നിർബന്ധിതമാക്കാൻ വേണ്ടി പറ്റില്ല. എന്നാൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു, ഒഴിവാക്കിയില്ല. അത് വീണ്ടും ഒരു പ്രശ്നമാക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അത് ഉയർത്തുമ്പോൾ ഉയർത്തിയവരെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ നിലയിലേക്കുള്ള ബോധപൂർവമായ ഒരു പ്രശ്നമാക്കി മാറ്റാനായി ശ്രമിച്ചു. എന്നാൽ ഇപ്പോൾ ഇവിടെ ആദ്യ 2 ഈരടികൾ ആണ് ചൊല്ലിയത്. അതും ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ വന്ദേമാതരം വരുന്നത്. ആദ്യ ഈരടികൾ 2 ഈരടികളാണ്. അത് ഞങ്ങൾ ഉയർത്തിയ ന്യായമായ വിമർശനത്തെ ഉൾക്കൊള്ളാൻ സർക്കാർ തയ്യാറായി എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളൊരു തിരുത്തൽ ശക്തിയായി വിഷയത്തിൽ മാറി എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് സാർ ഇത് 2 ഈരടികൾ മാത്രം ഇവിടെ ചൊല്ലുന്ന സ്ഥിതി വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ബഹുമാനപ്പെട്ട കഴക്കൂട്ടം അംഗം ഞങ്ങളുടെ പ്രസ്ഥാനം സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ പങ്കുകൊണ്ടില്ല എന്നുള്ള പരാമർശം നടത്തുകയുണ്ടായി സാർ. ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ പങ്കെന്ത്, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പങ്കെന്തെന്നൊക്കെ നാടിനറിയാം. 913 നവംബർ 14 അന്തമാൻ്റെ ജയിലിൽ വെച്ച് കണ്ണീര് കൊണ്ട് എഴുതിയൊരു കത്തുണ്ട്. അതിൽ ഈ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ നിന്ന് മാറി നിന്ന് ബ്രിട്ടീഷുകാരോട് സഹകരിക്കാനാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എഴുതിയ കത്ത് എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. എന്നാൽ അതേ അന്തമാൻ്റെ ജയിലിൽ ഭീകരമർദ്ദനമേറ്റ് പീഡനം അനുഭവിച്ച് ജയിലിൽ കിടന്ന് കൊത്തിവെച്ച കല്ലിൽ ആ ജയിലിൽ കിടന്നവരുടെ പേരുണ്ട് സാർ. അതിൽ മഹാഭൂരിപക്ഷം പേരും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സാർ. മഹാവീർ സിംഗ് ആ ജയിലിൽ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെ ഭാഗമായി പങ്കുകൊണ്ട് ആ ജയിലിൽ വെച്ച് രക്തസാക്ഷിയായ മഹാവീർ സിംഗ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. അപ്പോൾ ന്യായമായി ഉയർത്തുന്ന കാര്യങ്ങളെ വളരെ ബോധപൂർവം തമസ്കരിക്കാനുള്ള ശ്രമം നടക്കുന്ന ഒരു കാലം കൂടിയാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യക്ക് ആദ്യമായി സ്വാതന്ത്ര്യം വേണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ച മൗലാന ഹസ്രത്ത് മൗനാനിയും സ്വാമി കുമാരേന്ദ്രയും കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ കൂടി വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സാർ, ഇവിടെ ഇത്തരം വിഷയം ഉയർത്തുമ്പോൾ ആ വിഷയത്തെ മതവർഗീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആ വിഷയം ഉയർത്തുന്നവരുടെ പേര് നോക്കി ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ്. എങ്ങോട്ടാണ് സെക്യുലർ ഇന്ത്യ പോകുന്നത്? പേര് നോക്കിയാണോ സാർ നിലപാട് പറയേണ്ടത്? പേര് നോക്കിയാണോ സാർ അതിൽ വിഷയത്തെ തിരഞ്ഞെടുക്കേണ്ടത്? ഇവിടെ സഖാവ് KN ബാലഗോപാൽ, സേവ്യർ ചിറ്റിലപ്പള്ളി, മുഹമ്മദ് റിയാസ് മതനിരപേക്ഷ വിഷയത്തിൽ വിഷയം നോക്കിയാണോ സാർ നിലപാട് പറയേണ്ടത്? അങ്ങനെ നിലപാട് പറയുന്നവരുടെ കോലം കത്തിക്കാൻ വരെ ചിലർ തയ്യാറാകുന്നു. കോലമല്ല, സ്വന്തം ശരീരം കത്തിച്ചാലും നിലപാട് മാറ്റാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഇതിലൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് നിലപാട് കൈക്കൊള്ളണം. സംഘപരിവാറിന്റെ അജണ്ടക്കനുസരിച്ച് തുള്ളുന്ന അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായ ഒരു വ്യക്തിയെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറെ നിയമിച്ചപ്പോൾ ഒന്ന് ശബ്ദമുയർത്താൻ പോലും എന്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഇത്തരം വിഷയങ്ങൾ നിലപാട് സ്വീകരിക്കാൻ UDF ഗവൺമെന്റ് തയ്യാറാകണം. ഭരണം കിട്ടി, ഭരണവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, ഒരു സംശയമില്ല. പക്ഷേ പ്രചരിപ്പിക്കപ്പെടുന്ന ആശയവും രാഷ്ട്രീയവും മതനിരപേക്ഷതയ്ക്ക് അനുകൂലമല്ലാത്തതാണെങ്കിൽ ആ ഭരണം കൊണ്ടൊരു കാര്യവുമില്ല എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് സംസ്ഥാന സർക്കാർ പോകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
ഇവിടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നല്ല സമീപനങ്ങളോട്, ജനാനുകൂലമായ നിലപാടിനോട് പ്രതിപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് കണ്ണടച്ച് പ്രതിരോധിക്കുന്ന ഒരു നിലപാടായിരിക്കില്ല ഞങ്ങൾ സ്വീകരിക്കുക. ഞങ്ങൾ പ്രതിപക്ഷമാണ്, അതുകൊണ്ട് ഇതിനോട് സഹകരിക്കില്ല എന്നുള്ളൊരു സമീപനമായിരിക്കില്ല സ്വീകരിക്കുക. ജനോപകാരപ്രദമായ നിലപാടിനോട് യോജിച്ചു പോകും. ബഹുമാനപ്പെട്ട ചെയറിനെ ബഹുമാനിച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എന്റെ സംസാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വളരെ കൃത്യവും വ്യക്തവുമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ക്രിയാത്മക പ്രതിപക്ഷമായി സഭയെയും ഉപയോഗിച്ചുകൊണ്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.